എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പറയുന്നു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം കൃത്രിമമായിരുന്നുവെന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. തൃശൂരിൽ സ്ഥിര താമസക്കാരെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തതെന്നും VS സുനിൽകുമാർ പറയുന്നു. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അല്ല, ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പത്രക്കാര് അദ്ദേഹം ഇന്നലെ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെ ഇവിടെ വോട്ട് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ആരും ചോദിക്കാതിരുന്നതിനെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഇന്നലെ അദ്ദേഹം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇലക്ഷൻ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കേന്ദ്രമന്ത്രി താൻ ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാർലമെൻറ്റിനകത്ത് വോട്ട് നിലനിൽക്കേ അല്ലെ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഇവിടെ പാർലമെൻറ്റിലെ പിന്നെ പട്ടികയിൽ നിന്ന് അദ്ദേഹം പേരും മാറ്റേണ്ടതായിരുന്നു. അത് മാറ്റാതെ രണ്ടും പട്ടിക രണ്ടാണ്, വ്യക്തി ഒന്നല്ലേ. നിങ്ങളിതിനെ പട്ടികയുടെ കാര്യം പറയുന്നത് എന്താണ്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ല എന്നാ, തോറ്റതിന്റെ വിഭ്രാന്തി അയാൾക്ക് മാറിയിട്ടില്ല. അതല്ല ഉദ്ദേശം, വോട്ട് 2 സ്ഥലത്തുണ്ടോ? ഇല്ല. വോട്ട് ഒരു സ്ഥലത്തേ ഉള്ളൂ, അവിടെ പോയി വോട്ട് ചെയ്തു. അതിലെന്താ തെറ്റാ? സുരേഷ് ഗോപി വോട്ട് ചെയ്താൽ കുറ്റം, വോട്ട് ചെയ്തില്ലേ കുറ്റം, ഊണ് കഴിച്ചാൽ കുഴപ്പം, ഊണ് കഴിച്ചില്ലേ കുഴപ്പം, കൈ കഴുകിയാൽ കുഴപ്പം, കൈ കഴുകിയില്ലേ കുഴപ്പം. ഇതെന്തോന്നാണ് എപ്പോഴും ഈ സുരേഷ് ഗോപി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2 പേർക്കും സുരേഷ് ഗോപിയുടെ ജനസമ്മതി കണ്ട് മാനസിക വിഭ്രാന്തിയിലാണ്. അതിന് പരിഹാരം ഒന്നുമില്ല, നെല്ലിക്കത്തളം, അത് മാത്രമേ ഉള്ളൂ പരിഹാരം സുനിൽകുമാറിന്.